നിയമലംഘനങ്ങൾ നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റിൽ 15 സ്വകാര്യ ഫാർമസികൾ അടച്ചുപൂട്ടി. കൂടാതെ അവയുടെ പ്രവർത്തന ലൈസൻസും പരസ്യങ്ങളും റദ്ദാക്കാനും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി ഉത്തരവിട്ടു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഭക്ഷ്യ നിയന്ത്രണ സമിതികൾ നടത്തിയ വിപുലമായ പരിശോധനാ ക്യാമ്പയിനുകളെ തുടർന്നാണ് നടപടി. ബാധിത സ്ഥാപനങ്ങളിലെ ലൈസൻസ് ഉടമകളും ഫാർമസിസ്റ്റുകളും നടത്തിയ നിരവധി സാങ്കേതികവും ഭരണപരവുമായ ലംഘനങ്ങൾ പരിശോധനാ സംഘങ്ങൾ കണ്ടെത്തിയതായി മന്ത്രാലയം ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിൽ ഫാർമസ്യൂട്ടിക്കൽ തയ്യാറെടുപ്പുകളുടെയും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിതരണത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമായ അനുചിതമായ മരുന്ന് വിതരണ നടപടിക്രമങ്ങളും രീതികളും ഉൾപ്പെടുന്നു. അത്തരം ലംഘനങ്ങൾ പ്രൊഫഷണൽ സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും ഉപഭോക്തൃ അവകാശങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്നും മരുന്ന് സുരക്ഷ, ഗുണനിലവാരം, രോഗിയുടെ സുരക്ഷ എന്നിവയ്ക്ക് നേരിട്ട് അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. കുറ്റകരമായ ഫാർമസികളുമായി ബന്ധപ്പെട്ട എല്ലാ ലൈസൻസ് ഇല്ലാത്ത പരസ്യങ്ങളും അവ എഴുത്ത്, ഓഡിയോ, ദൃശ്യ എന്നിവയായാലും ഉടനടി നീക്കം ചെയ്യുന്നതിനും മന്ത്രിതല തീരുമാനങ്ങൾ ഉൾപ്പെടുന്നു. ഔഷധ പരസ്യങ്ങളെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രാലയം ഊന്നിപ്പറയുകയും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ചാനലുകൾക്ക് പുറത്തും മരുന്ന് ഉൽപ്പന്നങ്ങളുടെ പ്രചരണം കർശനമായി നിരോധിക്കുകയും ചെയ്തു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.